ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാമ്പ് കടിയെക്കുറിച്ചാണ്. ഒരു പാമ്പ് കടി ഏറ്റ ഒരാൾ അനുഭവം പറയാനാണ്. ഞാൻ തന്നെയാണ് ആ പാമ്പ് കടി ഏറ്റ ആൾ. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ ഒരു പുളിമരത്തിന് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഈ പുളിമരത്തിൻ്റെ താഴെയായിട്ട് ഹോളോ ബ്രിക്സ് കൊണ്ട് ചെറുതായി കെട്ടിയതും കാണാം. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് എനിക്ക് പാമ്പ് കടിയേറ്റത്. പാമ്പിനെ ഞാൻ കണ്ടില്ല ഏത് തരം പാമ്പാണെന്നറിയാൻ. പക്ഷേ അത് ഏറ്റപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാമ്പാണ് കടിച്ചതെന്ന്. കാരണം അതൊരു ഒരു ഒരു ഹാമർമലോ മറ്റോ ഒരു സൂചി വെച്ചിട്ട് നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് ഹാമർ കൊണ്ട് ഒരു മേട്ടം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു. പിന്നെ പാമ്പ് കടിയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന മിത്തുകളെല്ലാം മാറിപ്പോയി അതാലെ. കാരണം എന്ന് വെച്ചാൽ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിയുടെ എന്താ ബൈറ്റിങ് പല്ലിൻ്റെ പാടുകളുണ്ടാവും. അതുപോലെ ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പാമ്പ് കടിച്ച പാടുകളെ പറ്റി പറയണതും ഏത് പാമ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയണത്. പക്ഷേ എൻ്റെ കേസിൽ പാമ്പ് കടിച്ചപ്പോൾ ബൈറ്റിംഗ് പാടൊന്നും ഉണ്ടായില്ല. ഞാൻ ആ ഒരു മേട്ടം കിട്ടിയ ഉടൻ തന്നെ കാലുമ്മ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു വര പോലെ കണ്ടുള്ളൂ. അതായത് വളരെ കുഞ്ഞു പാമ്പായിരിക്കും. പിന്നെ പാമ്പ് ചവിട്ടിയാൽ മാത്രമല്ല പാമ്പ് കടിക്കുക. പാമ്പിൻ്റെ പരിസരത്ത് ചെന്നാൽ ചില പാമ്പുകൾ, എല്ലാ പാമ്പുമല്ല, ഓരോ പാമ്പിനും ഓരോ വർഗ്ഗത്തിലുള്ള പാമ്പിനും ഓരോ തരം സ്വഭാവമാണ്. ചിലത് നമ്മൾ ചവിട്ടിയാലേ കടിക്കുള്ളൂ, പക്ഷെ ചിലത് നമ്മളെ കണ്ടാൽ തന്നെ ഓടിപ്പോവും. ചിലത് അതിന് വേണ്ടി ചവിട്ടൊന്നും വേണ്ട, നമ്മൾ ആ പാമ്പിനെ കാണുക പോലുമില്ല, അപ്പോഴേക്കും ആ പരിസരത്ത് നമ്മുടെ കാലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേട്ടം കിട്ടിയിരിക്കും. അങ്ങനെ മേട്ടം കിട്ടിയതാണ് എനിക്ക്. ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാഷൻ ഫ്രൂട്ട് വളർന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ പോയി. ആ സമയത്താണ് എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേ എൻ്റെ മാളത്തിൽ വെള്ളം നിറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് പുറത്ത് വന്ന് എനിക്ക് തന്നതായിരിക്കാം. കിട്ടിയത് ഞാൻ വൈകുന്നേരമാണ്, ഒരു 5:30 നേരം. ഞാൻ വന്ന് മോളോട് പറഞ്ഞു വേഗം ഡ്രസ്സ് മാറി വണ്ടി കയറി. പിന്നെ എനിക്കറിയായിരുന്നു സമയം നഷ്ടപ്പെടുത്താനില്ലയെന്ന്. വണ്ടി കയറി കാരണം നനഞ്ഞ ഒരു പക്ഷേ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാലെ തന്നെ പോയായിരുന്നു. പക്ഷെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നത് നനയ്ക്കിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന ഉടനെ കാറിൽ വെച്ചിട്ട് തന്നെ ഞാൻ വന്നവരോട് ചോദിച്ചു ആൻറ്റിബയോന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. പാമ്പ് കടിച്ചതാണ്, ആൻറ്റിബയോന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീൽ ചെയറിൽ ഇരുത്തി. പോണ വഴിക്ക് എനിക്ക് ഈ കാലിന് ഭയങ്കര കടച്ചിലായിരുന്നു, നീരും വന്നു. അപ്പോൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ബ്ലേഡ് വെച്ച് കീറിയാലോ എന്ന് വരെ തോന്നുന്നുണ്ടായിരുന്നു, അത്ര കടച്ചിലായിരുന്നു. പിന്നെ കീറിക്കളഞ്ഞ കുറച്ച് വിഷം പോകുന്നു. ഞാൻ എൻ്റെ ഒരു ആങ്ങളേനെ പാമ്പ് കടിച്ച അവസരത്തിൽ എൻ്റെ ഉപ്പ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നതല്ല, ഉപ്പ എന്നിട്ട് കാല് നിറ കീറി അപ്പോഴത്തെ ബ്ലഡൊക്കെ കളഞ്ഞു. ആങ്ങളെ രക്ഷപ്പെട്ടു. പാമ്പ് കടി കാര്യമായിട്ട് പോയ്സണൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാമ്പിനൊന്നും പോയ്സണില്ല. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ എന്നെ ഇതാക്കിയത് ചിലപ്പോൾ ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പുമ്മലാവാം അതിൻ്റെ കൂടുതൽ ശക്തിയുള്ള പല്ലുകൾ പതിച്ചത് ചിലപ്പോൾ. എന്തായാലും എൻ്റെ കാലം ചെറിയൊരു പാടുണ്ടായല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവർ വേഗം ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ബ്ലഡിൽ കാര്യമായിട്ട് കണ്ടില്ല ആദ്യത്തെ. പക്ഷേ ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാനിക് ആവാതിരിക്കാൻ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല, വിധിച്ചിട്ടുണ്ടെങ്കിൽ ആയുസ് കിട്ടുന്നു. അങ്ങനെയാണ് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ആശുപത്രിയിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് ബ്ലഡ് എടുത്ത നേരം എനിക്ക് ബോധക്ഷയമുണ്ടായി. എൻ്റെ ബോധം മറിഞ്ഞു പോകണ്ടായിരുന്നു. മറിഞ്ഞു പോയെന്ന് എനിക്ക് ഒരു ഉറക്കം പോലെ വന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉറക്കം. അങ്ങനെ ഞാനവിടെ ഉറങ്ങിപ്പോയി, അതായത് ബോധം പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എങ്ങനെ എന്നെ കിടത്തിയതെന്ന് വെച്ചാൽ തല ഏകദേശം ഒരു തല പൊക്കിയിട്ട്, അത് ബെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തല പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് അവരെന്നെ കിടത്തിയത്. പക്ഷെ ബോധം പോയി. അപ്പോൾ അവർ പറഞ്ഞു ICUയിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകനുണ്ട്. അപ്പോൾ മകനോട് ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മകൾ വിളിച്ചപ്പോൾ അപ്പോഴേക്കും ഏതാനും മണിക്കൂറുകൾ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
10:30 ഒക്കെ ആയി. അതായത് ഒരു 5:30 സമയത്തായിരിക്കും എനിക്ക് കടി കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയം മുതൽ പെട്ടെന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട് രാജഗിരി ആശുപത്രിയിൽ. എന്നിട്ട് ബോധം പോയി, പിന്നെ എനിക്ക് ബോധം വന്നു. ആ വന്ന നേരത്താണ് മകൾ വന്ന് ചോദിക്കുന്നത് ഐ സി യുവിലേക്ക് ആക്കണമെന്ന്. അവിടെ ഐ സി യുവിലേക്ക് ആക്കാനുള്ള പരിപാടികൾ നടത്തണമാണ് കണ്ടത് ഞാൻ. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് തോന്നി, ഇല്ല കുഴപ്പമില്ല, എനിക്ക് ബോധമൊക്കെ മര്യാദയ്ക്ക് വന്നു, ഞാൻ ക്ലിയർ ആയിരിക്കണമെന്ന്. അതായത് മനസ്സുകൊണ്ടൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ സി യുവിലാക്കണ്ട. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഛർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. ദൈവകൃപയാൽ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായില്ല. ചെറിയൊരു നീർക്കെട്ട് അപ്പോഴും ഉണ്ടായിരുന്നു കാലുമ്മേ. അതൊക്കെ മാറി. അതാണ് എൻ്റെ പാമ്പ് കടിയുടെ വിശേഷം. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും പാമ്പ് കടിച്ചതിൻ്റെ പാടുണ്ടാവും, ചോര പൊടിയും എന്നൊക്കെ. ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയാണ് പാമ്പ് കടിയുടെ വിശേഷം.